സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി 300-ൽ പരം കുട്ടികളെ അണിനിരത്തി കൊല്ലത്ത് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഗ്രാമീണ ആഘോഷങ്ങളെ നിറങ്ങളിൽ ചാലിച്ച് വരച്ചു ചേർക്കാനായിരുന്നു 3 മുതൽ 5 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് സംഘാടകർ നൽകിയ നിർദ്ദേശം. അവരതങ്ങനെ ഭംഗിയായി വരച്ചു ചേർക്കുമ്പോൾ പൈതൃകവും ഭാവിയുമെന്ന ആശയത്തിന് 6 മുതൽ 8 വരെ ക്ലാസുകളിലെ പ്രതിഭകൾ നിറം പകർന്നു. 1ഉം 2ഉം ക്ലാസുകളിലെ കുട്ടികൾക്ക് വിഷയം നിശ്ചയിച്ചു നൽകിയിരുന്നില്ല. പക്ഷേ വൈവിധ്യമാർന്ന ഭാവനകൾ പല വർണ്ണങ്ങളിലായി പടർന്നപ്പോൾ അവ ഓരോന്നും ഒന്നിനൊന്ന് മികച്ചു നിന്നു. കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ബ്ലോക്കിൽ രാവിലെ 10 മണിയോടെയാണ് ചിത്രരചനാ മത്സരം ആരംഭിച്ചത്. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 300-ൽ പരം കൊച്ചു പ്രതിഭകൾ മാറ്റുരച്ചു. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 300ഓളം കുട്ടികൾ ഈ കോൺടെക്സ്റ്റിൽ പങ്കെടുത്തു. കലകൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിരുന്നു ഇത്. ടെക്നോളജീസിൻ്റെയൊക്കെ വലിയൊരു അതിപ്രസരമുണ്ട്. അപ്പോഴും നമ്മുടെ പൈതൃകത്തെ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സിംബയോസിസ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ ഫാദർ ബെഞ്ചമിൻ പള്ളിയടിയിൽ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഒപ്പം മത്സരാർത്ഥികളുടെ പ്രതിനിധികളും തിരികൊളുത്തി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും അവരുടെ വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തിച്ചു നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.